ഇനി മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും. യുവാക്കൾക്കാണ് പരിഗണന എന്ന് നേതൃത്വം പറയുമ്പോഴും സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നവരിൽ മുതിർന്ന നേതാക്കൾ ഏറെയുണ്ട്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അനുമോദ്, ആരൊക്കെയാണ് പ്രധാനമായും ഈ രാജ്യസഭാ സീറ്റിൽ കണ്ണുവെക്കുന്നത്? നമുക്കറിയാം, മൂന്നാം സീറ്റിന്റെ തർക്കം തുടങ്ങിയപ്പോൾ തന്നെ രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ അത് യൂത്ത് ലീഗിനായിരിക്കും എന്ന ഒരു ധാരണ ലീഗിൽ ഉണ്ടായിരുന്നു. ഈ ഒരു രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനത്തിന്റെ സമയം വന്നപ്പോൾ അതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് യുവാക്കൾ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ യുവാക്കളേക്കാൾ മുതിർന്ന നേതാക്കളും ഈ ഒരു സീറ്റിനായിട്ട് രംഗത്തുണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതായത് മുസ്ലിം ലീഗിന് തന്നെ മുൻപ് MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന, ഇപ്പോൾ ഈ ഒരു രംഗത്ത് സജീവമല്ലാത്ത പല നേതാക്കളും ഈ ഒരു സീറ്റിനായി രംഗത്തുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാമിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. സലാം, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന PK അബ്ദുറബ്ബ്, അതുപോലെ തന്നെ അഹമ്മദ് കബീർ മുൻ MLA ആണ് അദ്ദേഹം. അതേപോലെ തന്നെ MLA ആയിരുന്ന, വള്ളിക്കുന്ന് MLA ആയിരുന്ന KNA ഖാദർ, ഇവരുടെ പേരൊക്കെ തന്നെ ഈ ഒരു സീറ്റിലേക്ക്, രാജ്യസഭാ സീറ്റ് എന്ന ഒരു പദവിയിലേക്ക് ഉയർന്ന് കേൾക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരമൊരു ആവശ്യവുമായി നേതൃത്വം സമീപിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ച് യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക, മുൻഗണന കൊടുക്കുക എന്നൊരു നയം ഉണ്ടെന്ന് നേരത്തെ തന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VK ഫൈസൽ ബാബുവിന്റെ പേരാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം തന്നെ ഹാരിസ് ബീരാൻ, അദ്ദേഹം ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ തന്നെ യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു സീറ്റ് എന്ന ആവശ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാര്യം വലിയ പരിഗണന ഈ ഒരു സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് വലിയ പരിഗണന ലീഗിൽ ലഭിക്കുന്നില്ല എന്നൊരാക്ഷേപം വ്യാപകമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് മറ്റ് പാർട്ടികളൊക്കെ തന്നെ യുവാക്കളെ വേണ്ട രീതിയിൽ പരിഗണിച്ച് മത്സരിക്കാൻ സീറ്റും അതുപോലെ പദവികളും കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗിൽ മാത്രം മുതിർന്നവർ, സീനിയർ നേതാക്കൾ മാത്രമാണ് ഈ ഒരു രംഗത്തുള്ളത് എന്ന പരാതിയാണ് യൂത്ത് ലീഗിനുള്ളത്. ഈ ഹാരിസ് ബീരാനൊക്കെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണെങ്കിലും ഈ യൂത്ത് ലീഗിലും അതുപോലെ തന്നെ താഴെത്തട്ടിലും പ്രവർത്തിച്ചു വന്നിരിക്കുന്ന നേതാക്കൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ എന്നൊരാവശ്യമാണ്. സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തന മികവ് തെളിയിച്ചവർക്ക് വേണം ഈ ഒരു സ്ഥാനം കൊടുക്കാൻ എന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ VK ഫൈസൽ ബാബു അല്ലെങ്കിൽ PK ഫിറോസ് എന്നീ പേരുകളാണ് അവർ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഫൈസൽ ബാബുവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണെങ്കിലും ഇതിൽ സാദിഖലി ശിഹാബ് തങ്ങളുടെ തീരുമാനം തന്നെയാണ് പ്രധാനപ്പെട്ടത്. PMA സലാമൊക്കെ നമുക്കറിയാം, നേതൃത്വത്തിന് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളെ പരിഗണിക്കുമോ അതോ യുവാക്കൾക്ക് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ വിദേശത്താണുള്ളത്. സാദിഖലി ശിഹാബ് തങ്ങൾ അദ്ദേഹം അടുത്ത ദിവസം മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക, പ്രഖ്യാപനം ഉണ്ടാവുക. സാധാരണ പോലെ യൂത്ത് ലീഗിന് വാഗ്ദാനം മാത്രമാകുമോ അതോ സീറ്റ് ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം തുടരുന്നുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി യൂത്ത് ലീഗിനൊപ്പം മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഈ അനുമതി, ഈ ഹാരിസ് ബീരാന്റെ പേര്, അത് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ പ്രധാനപ്പെട്ട നേതൃത്വം എത്തിയപ്പോഴാണ് അവിടെ ആണ് ഈ KMCCയുടെ ഒരു ആവശ്യമായിരുന്നല്ലോ പ്രധാനമായും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് എത്തിയത്. അപ്പോൾ ഈ KMCCയുടെ അങ്ങനെ ഒരു ആവശ്യം അതിനെ ലീഗ് നേതൃത്വത്തിന് കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കുഴപ്പിക്കുന്ന പ്രശ്നമല്ലേ? തീർച്ചയായും ഹാരിസ് ബീരാന്റെ പേര് KMCC എന്നതിനേക്കാൾ കൂടുതൽ പല ഒരു വ്യവസായ പ്രമുഖന്റെ നിർദ്ദേശമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഈ ഹാരിസ് ബീരാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായി അദ്ദേഹം അത് മുസ്ലിം ലീഗിനെ അറിയിച്ചു എന്നുള്ളതാണ് അറിയാനാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തള്ളിക്കളയാൻ ഒരുപക്ഷെ ലീഗിന് കഴിഞ്ഞേക്കില്ല. കാരണം ലീഗിന്റെ പല ബന്ധങ്ങൾ, ആത്മബന്ധമുള്ള നേതാക്കൾ ഒരാളാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അതൊരു സമ്മർദ്ദം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ കാലങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിലും എല്ലാം പ്രവർത്തിച്ച്, തെരുവിൽ പ്രവർത്തിച്ച്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് ലീഗിന് വേണ്ടി കലാപഭൂമിയിലാവട്ടെ, മറ്റ് പ്രശ്നങ്ങളുണ്ടാവുന്നിടത്താവട്ടെ, അവിടെയെല്ലാം ചെന്ന് മുസ്ലിം ലീഗിന് സാന്നിധ്യം അറിയിച്ചവരാണ് ഫൈസൽ ബാബുവിനെ പോലുള്ളവർ. അപ്പോൾ അവർക്ക് ഇത് കൊടുക്കേണ്ടത് പാർട്ടി ഒരു നീതി കാണിക്കേണ്ട കാര്യമാണ് എന്ന അഭിപ്രായമാണ് യൂത്ത് ലീഗിനുള്ളത്, പ്രത്യേകിച്ച് ലീഗിൽ ഒരു വിഭാഗത്തിനുള്ളത്. കാരണം കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കാതെ പാർട്ടിയുമായിട്ട് വലിയ ആത്മബന്ധമില്ലാത്തവരെ, പാർട്ടിയുടെ കേസ് ഹാരിസ് ബീരാൻ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടാകാം, അതൊരു തൊഴിൽപരമായ ബന്ധമാണ്. അതിനപ്പുറത്ത് ഈ യൂത്ത് ലീഗിനോട് കാണിക്കുന്നത്ര ആത്മബന്ധവും അല്ലെങ്കിൽ പ്രവർത്തന
പരിചയമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അവകാശപ്പെടാനില്ല എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ന്യായമായ ഒരു കാര്യം തന്നെയാണ്. കാരണം കാലങ്ങളായിട്ട് വാഗ്ദാനം മാത്രമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പരിഗണന ഈ ഒരു സമയത്തെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് മുതിർന്ന നേതാക്കളായ PM എ സലാമിനെ പോലെയുള്ള സംസ്ഥാന മത്സര സ്ഥാനത്തുള്ളവരും അതുപോലെ തന്നെ ഹാരിസ് ബീരാനെ പോലുള്ളവരും ഒക്കെ ഈ ഒരു രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്ക് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വത്തിന് ഇത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ 2 ലോക്സഭാ സീറ്റിൽ ഒന്നെങ്കിലും യുവാക്കൾക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അത് രാജ്യസഭാ സീറ്റ് നൽകാം എന്നൊരു വാഗ്ദാനം നൽകി ഈ യൂത്ത് ലീഗിനെയൊക്കെ തന്നെ അനുനയിപ്പിച്ചു കൂടെ നിർത്തിയതാണ്. സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും അവരെ ഈ വാഗ്ദാനം മാത്രം നൽകി മാറ്റി നിർത്തുക എന്നത് നേതൃത്വത്തിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. എന്നുണ്ടെങ്കിൽ ഇതിൽ സാദിഖ് അലി ശിഹാബ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുടെയും തീരുമാനം തന്നെയാകും പ്രധാനപ്പെട്ടത്. അടുത്ത ദിവസം ശനിയോ ഞായറോ ആയിട്ട് ഇതിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, എന്താണെങ്കിലും ലീഗിന്റെ രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ വ്യക്തത അത് ശനിയാഴ്ചയോട് ഉണ്ടാകും. ഉടൻ തന്നെ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് വിവരം. യൂത്ത് ലീഗും വളരെ കൃത്യമായ രംഗത്തുണ്ട്. പക്ഷേ ഹാരിസ് ബീരാന്റെ പേര് വളരെ കാര്യമായി പറഞ്ഞു കേൾക്കുന്നു. എന്താണെങ്കിലും അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് വരട്ടെ. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്ന്.